വഖഫ് നിയമത്തിനെതിരെ ദീപിക മുഖപത്രം. വഖഫ് നിയമം നിലനിൽക്കുമ്പോൾ അതിന്റെ ഇരകൾക്ക് നീതി നൽകാൻ ആവില്ല. ശരീഅത്ത് നിയമത്തിന്റെ പ്രാകൃത വകുപ്പുകളെ സംരക്ഷിക്കാൻ പാർലമെന്റിൽ പൊരുതുന്നവർ തിരുത്തണമെന്നും ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടി വിമർശനം. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ഗോകുൽ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവിറക്കിയിരുന്നു. ആ ഹൈക്കോടതി ഉത്തരവിനെ പിന്തുണച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് നിലവിൽ സിറോ മലബാർ സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക അവരുടെ എഡിറ്റോറിയൽ ഇന്ന് എഴുതിയിരിക്കുന്നത്. പ്രധാനമായിട്ടും രാജ്യത്തെ മതേതര നിലപാടിനെ ശരിവയ്ക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് ദീപിക പറയുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഈ വഖഫ് പാവമാണെന്നും മുനമ്പത്തെ ജനങ്ങൾ പേടിക്കേണ്ടെന്നും പറഞ്ഞവർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതുണ്ടെന്നും അവർക്കൊക്കെ ഒരു വഴിത്തിരിവായിട്ട് ഈ ഹൈക്കോടതി വിധിയെ നോക്കിക്കാണണമെന്നുമുള്ള രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ദീപികയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വഖഫ് നിയമം നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തെ അല്ലെങ്കിൽ അവിടുത്തെ ഇരകൾക്ക് നീതി ലഭ്യമാകില്ല, അതിനുവേണ്ടിയിട്ടുള്ള തക്കതരത്തിലുള്ള നിയമങ്ങൾ ഈ രാജ്യത്തില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ ഈ ഇരകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരുന്നു. അവരുടെ ആ നിലപാടിനെ അത് ശരിയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നതാണ് ഹൈക്കോടതിയുടെ വിധി എന്നും ദീപിക ദിനപത്രത്തിൽ എഡിറ്റോറിയൽ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശരീഅത്ത് നിയമത്തിൻ്റെ പ്രാകൃത വകുപ്പുകളെ സംരക്ഷിക്കാൻ പാർലമെൻറ്റിൽ പൊരുതുന്ന ആളുകൾ ഇതൊക്കെ തന്നെ നോക്കിക്കാണണം. അത്തരത്തിലുള്ള ആളുകൾ അവരുടെ നിലപാട് തിരുത്താൻ തയ്യാറാകേണ്ടതുണ്ട് എന്നും ഒപ്പം കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് എത്തിക്കുകയാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ ചില വിഭാഗത്തിലുള്ള ആളുകളും എന്നുള്ള ഒരു രീതിയിലുള്ള വിമർശനവും ദീപിക മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അസഹനീയമായിട്ടുള്ള മതപ്രീണന രാഷ്ട്രീയമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇവിടെ നടക്കുന്നതെന്നും ദീപിക അവരുടെ എഡിറ്റോറിയലിൽ നിന്ന് പങ്കുവയ്ക്കുകയും ചെയ്തിട്ട് എന്തായാലും രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള വിമർശനം തന്നെ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ആ ഒരു കമ്മീഷനെതിരെയും, സർക്കാർ നിയോഗിച്ചിരുന്ന ആ കമ്മീഷനെതിരെയും ദീപിക മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൽ ഈ മുൻപത്തെ വിഷയത്തിൽ ഇതിനെ എതിർത്ത് സംസാരിക്കുന്ന ആളുകളുമൊക്കെ തന്നെ അവരുടെ നിലപാട് തിരുത്തണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും എഡിറ്റോറിയലിലൂടെ ദീപിക ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. ലക്ഷ്മി. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.